ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരിധിന്നതിനാഥനായങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. മൃത്യുവേ ജയിച്ചങ്ങു മക്കൾക്കായി സ്വർഗവാതിൽ തുറന്നഹോ. ദൈവത്തിൻ്റെ വലതുഭാഗത്തായി വാഴൂ നീ ദിവ്യശോഭയിൽ. അങ്ങു താൻ വിധിയാളനായി വരും എന്നും വിശ്വസിക്കുന്നിവർ, എന്നും വിശ്വസിക്കുന്നിവർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഭയങ്കരമായ ന്യായവിധിയുടെ സംഹിതമായ കാത്തിരിപ്പിനെക്കുറിച്ചും അഗ്നിയുടെ ക്രോധത്തെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. ഞാൻ ഈ വാക്ക് ഹെഡിങ് പോലെ പറയുമ്പോൾ അത് ബൈബിളിലൊരു വചനഭാഗമാണ്. ഭയങ്കരമായൊരു ന്യായവിധി എന്നുള്ള ഒരു വാക്ക് അവിടെയുണ്ട്. അഗ്നിയുടെ ക്രോധം എന്ന് പറയുന്ന ഒരു വചനഭാഗവും അവിടെയുണ്ട്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മളത് കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവിനെക്കുറിച്ച്, നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച്, കർത്താവ് നമ്മളെ ന്യായം വിധിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ വിധിയെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. വിധിയെക്കുറിച്ച് ബൈബിൾ നമ്മൾ വായിക്കുമ്പം ശിക്ഷാവിധി, ന്യായവിധി, നരകവിധി, മരണവിധി, അങ്ങനെ നിരവധി വിധികളെക്കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈശോ ഭൂമിയിലേക്ക് വരുന്നത് തന്നെ ഒരു വിധിയാളനായിട്ടാണ് കർത്താവ് രണ്ടാമത് കടന്നു വരുന്നത് എന്നുള്ളത് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ദൈവം കരുണയില്ലാത്തവനാണോ, സ്നേഹമില്ലാത്തവനാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല. അതിന് ഒരു പ്രത്യേക സമയമോ അവസാന മണിക്കൂറുകളോ കാലങ്ങളോ ഒന്നും തന്നെയില്ല. ദൈവം തൻ്റെ പൂർണ്ണതയിൽ അവിടുന്ന് കരുണയുള്ളവൻ തന്നെയാണ്. ദൈവം തൻ്റെ പൂർണ്ണതയിൽ നീതിയുള്ളവൻ തന്നെയാണ്. ദൈവം പരിശുദ്ധനാണ്. ദൈവം പൂർണ്ണമായിട്ടും സ്നേഹവാനാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് പറയുമ്പം ചിലർക്ക് പെട്ടെന്ന് ഒരു ഭയമോ ഒരു സംശയമൊക്കെ തോന്നുവാൻ സാധ്യതയുണ്ട്. അപ്പം ദൈവം അങ്ങനെയൊക്കെ മനുഷ്യനെ ശിക്ഷിക്കുമോ അല്ലെങ്കിൽ നശിപ്പിക്കുമോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ബൈബിൾ പ്രകാരം നമ്മൾ നോക്കുമ്പം അതെല്ലാം ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതല്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ദുഷ്ട പിശാചിനും അതോടൊപ്പം തന്നെ അവൻ്റെ കൂടെ മാത്രമേ ഞാൻ നിൽക്കത്തുള്ളൂ എന്ന് പറയുന്ന വ്യക്തികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നമുക്കറിയാം, ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഒരു ഭാഗത്ത് മറ്റ് യുദ്ധങ്ങൾ, ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നു. മറ്റു പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നു. അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോ അതിനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഷോർട്ടായിട്ടുള്ള 1-2 വീഡിയോകളിൽ അതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് അത് ആ ഷോർട്ടായിട്ടുള്ള വീഡിയോകൾ അയച്ചു തരും. അപ്പോൾ നിങ്ങൾ കാണാവുന്നതാണ്. അവിടെ നമ്മൾ കാണുന്ന 1-2 കാര്യം ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇതിനോടൊപ്പം തന്നെ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴും അവയെക്കുറിച്ചുള്ള കിംവദന്തികൾ എന്ന് പറയുമ്പോൾ, യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ യുദ്ധമുണ്ടായി ഭയപ്പെടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ യുദ്ധം ഭയങ്കരമാണ് അങ്ങനെ ഇങ്ങനെ പേടിച്ചു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഭയപ്പെടേണ്ട. അതാ പറയുന്നത്, അസ്വസ്ഥരാകരുത്. ഇവയെല്ലാം സംഭവിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കൃത്യമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർ പലപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, സൂര്യൻ്റെ അതികഠിനമായ ചൂട് ഭൂമിയിലേക്ക് വരുന്നു, മനുഷ്യൻ വെന്തിരിയും എന്നൊക്കെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ചില പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്.
ചില പറയുന്നത് സ്കിൻ ഡിസീസ്, ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകും, വ്രണങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. ചില പറയുന്നു പകർച്ചവ്യാധികൾ ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. പ്രിയമുള്ളവരെ, ചില പുസ്തകങ്ങളിൽ കണ്ടു, ചിലരുടെ പ്രസംഗങ്ങളിൽ കേട്ടു എന്നൊക്കെ നമ്മൾ പറയും. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. പ്രസംഗങ്ങളിലാണെങ്കിലും പുസ്തകത്തിലാണെങ്കിലും ഇതൊന്നും അവിടെയല്ല ആദ്യം എഴുതപ്പെട്ടത്. അതാദ്യം എഴുതപ്പെട്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയാണ്. ഇതെല്ലാം ബൈബിളുള്ള കാര്യം തന്നെയാണ്. വ്രണങ്ങളെക്കുറിച്ചും സൂര്യൻ്റെ ചൂടിനെക്കുറിച്ചും വെളിപാട് പുസ്തകം 16 കലശങ്ങൾ ഒഴിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിലേക്ക് യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകുന്നു. ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി രാജാക്കന്മാർ കടന്നു വരുന്നതിനെക്കുറിച്ചൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കിഴക്ക് നിന്നുള്ള രാജാക്കന്മാരെക്കുറിച്ചൊക്കെ. അപ്പോൾ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചിലർ വിചാരിക്കും ഇത് പുസ്തകത്തിൽ ആർക്കോ കിട്ടിയ വെളിപ്പെടുത്തലാണ്, അല്ലെങ്കിൽ പ്രസംഗത്തിൽ. ഇതൊരിക്കലും ഒരു വെളിപ്പെടുത്തലല്ല. തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലും ഒരു പുസ്തകത്തിലോ ഒരു പ്രസംഗത്തിലോ ഇതെനിക്ക് കിട്ടിയ വെളിപ്പെടുത്തലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ വ്യാജ പ്രവാചകന്മാരെ ഗണത്തിൽപ്പെട്ടവരാണ്. കാരണം ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ അവിടുത്തെ അപ്പസ്തോലന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ്. അതെല്ലാം അത് സുവിശേഷങ്ങളിലുണ്ട്, ലേഖനങ്ങളിലുണ്ട്, വെളിപാട് പുസ്തകത്തിലെല്ലാം ഉണ്ട്. അത് സ്വന്തമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രീതി നേടാൻ വേണ്ടി ആരെങ്കിലും അങ്ങനെ പുസ്തകമോ പ്രസംഗമോ ഇറക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ ഇത് ലോകത്തോട് പറയേണ്ടതും ആവശ്യമാണ്. പക്ഷെ പറയുന്നവർ ഒരു കാര്യം ചെയ്യണമെന്ന് എൻ്റെ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളത്, അത് ബൈബിൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയണം. അല്ലാതെ എനിക്ക് കിട്ടിയ വെളിപ്പെടുന്ന് പറയുമ്പം അവസാനം ആ വ്യക്തിയെ ആരാധിക്കാനും ആ വ്യക്തിയുടെ പുറകെ പോകാനും കുറച്ച് പേരുണ്ടാകും. അങ്ങനെ പുതിയ കുറച്ച് വെളിപ്പെടുത്തലുകാരും പ്രവചനക്കാരും ഒക്കെ നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. ചിലപ്പോൾ യൂട്യൂബിലായിരിക്കാം, അത് യൂട്യൂബിലെ പ്രസംഗം കേൾക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഇതും യൂട്യൂബിലൂടെ വരുന്നതാണല്ലോ. പലതും യൂട്യൂബിൽ വരുന്നുണ്ട്. നല്ല പ്രസംഗം കൃത്യമായി മനുഷ്യന് ബോധ്യം തരുന്നതുണ്ട്. പക്ഷേ പണമുണ്ടാക്കാനും അല്ലെങ്കിൽ പ്രശസ്തരാകാനും വേണ്ടി കർത്താവിൻ്റെ വചനത്തെ കടമെടുത്തിട്ട് അത് സ്വന്തം വെളിപ്പെടുത്തലാണെന്ന് പറഞ്ഞ് പോകുന്നവരെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹെബ്രായർ ലേഖനം 13 പറയുന്നുണ്ട്, വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിച്ചേക്കാം. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, സ്വകാര്യ വെളിപ്പെടുത്തലുകളോ പുസ്തകങ്ങളോ പല പ്രസംഗങ്ങളോ ഒക്കെ കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ബൈബിൾ തുറക്കുക. വിശുദ്ധ ഗ്രന്ഥം തുറന്ന് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പകർച്ചവ്യാധി എന്ന് പറയുന്നൊരു വാക്ക് ബൈബിളിലുണ്ടത്. ഭൂകമ്പം ഉണ്ടാകുന്ന ബൈബിളിലുണ്ട്. യുദ്ധം, ഇവയെല്ലാം സംഭവിക്കേണ്ടതാണെന്നാണ് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കേൾക്കുന്ന പലരും ധാരണ ഏതാണ്ട് പുതിയ വെളിപ്പെടുത്തൽ കിട്ടിയിരിക്കുകയാണ്, ആർക്കോ ഒരു വെളിപാട് കിട്ടിയിരിക്കുകയാണെന്നൊക്കെ വിചാരിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ വായിക്കാത്തവർക്ക് ഇത് വലിയ വെളിപാട് പോലെ തോന്നും. പ്രത്യേകിച്ച് കത്തോലിക്കർക്ക്. ഞാനങ്ങനെ പറയാൻ കാരണം, കത്തോലിക്കരാണ് ഈ വെളിപാടുകളെ പുറകെയുള്ളൊരു ഓട്ടം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമുക്കൊരു തെറ്റ് പറ്റുവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കെണികളിൽ പോയി വീഴുവാൻ സാധ്യതയുണ്ട്. വെളിപാട് പുസ്തകത്തിലെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയൊരു വെളിപ്പെടുത്തലുമില്ല നമുക്ക്. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇന്നൊരു ശുശ്രൂഷകൻ്റെ ദൗത്യമുള്ളൂ. അല്ലാതെ പുതിയ ഒരു വെളിപ്പെടുത്തലും നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. എനിക്ക് അങ്ങനെ ഒരു ദർശനമുണ്ടായി, ഇങ്ങനെ വെളിപാടുണ്ടായി, ഇങ്ങനെ ഉണ്ടായി. പരിശുദ്ധാത്മാവും നിരവധി കാര്യങ്ങൾ മനുഷ്യർക്ക് ഓരോ കാലങ്ങളിൽ പറഞ്ഞു കൊടുക്കും. നിങ്ങളിങ്ങനെ പോകണം, ഇന്ന കാര്യം ഒന്ന് വിശദമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. അല്ലാതെ അത് ബൈബിളിൽ ബേസാണ്, അല്ലെങ്കിൽ വചനത്തിലുള്ളതാണത്. അതിനെ കുറച്ചും കൂടി ഈ കാലഘട്ടത്തിനനുസരിച്ച് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന് മാത്രം ഉള്ളത് നിങ്ങൾ തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ ചില വ്യക്തികൾ ഇങ്ങനെ ഇസ്രായേലിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന പലർക്കും ഒരാശങ്കയുള്ളത് ഇങ്ങനെയാണ്, ഞങ്ങളവിടെ തിരിച്ചു പോരണമോ വേണ്ടയോ എന്നൊക്കെ ആശങ്ക ഉള്ളവരുണ്ട്. അപ്പം ഞാൻ ഇസ്രായേലിൽ പലരും ജോലിക്ക് പോകുന്നവരോട് മാത്രമല്ല, അവർ കഷ്ടപ്പെട്ട് അവിടെ രോഗികളെ നോക്കുന്നു, കൃഷിയിടങ്ങളിലൊക്കെ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിൽ ഏറ്റവും സേഫായിട്ട് ഒരു മനുഷ്യനായിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇന്ന് ഇസ്രായേലും ജെറൂസലേമും ഒക്കെയാണ്. കാരണം അത് മഹാരാജാവിൻ്റെ നഗരമാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, എന്തുകൊണ്ടാണ് പലപ്പോഴും ഒരു ഭയം പലയിടത്തും വരുന്നത്? ഇപ്പോൾ ഇസ്രായേലിൽ പോകുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇസ്രായേൽ ആയിരിക്കുന്ന ഒരു വ്യക്തി, അവർ ദൈവഭയമുള്ളവരാണെങ്കിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, വചനപ്രകാരം മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർ ജീവിച്ചാലും മരിച്ചാലും ദൈവസന്നിധിയിലേക്കാണ് പോകുന്നത്. മറ്റൊരു കാര്യമുള്ളത്, അവർക്കൊരു സ്വർഗീയ സംരക്ഷണം കർത്താവ് നൽകും. എന്നാൽ അവിടെ ജോലിക്ക് പോകുന്നൊരു വ്യക്തി കുറച്ച് പണമുണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചും ദൈവവചനം അനുസരിച്ച്
ആ വ്യക്തി ജീവിക്കാൻ താല്പര്യമില്ല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് പോകുന്നു, കുറേ കാശെങ്കിലും ഉണ്ടാക്കണം, എനിക്കിഷ്ടമുള്ളവർക്ക് ജീവിക്കണം, ചിലപ്പോൾ അവിടെ തന്നെ നടക്കുന്ന പല പാവപ്രവൃത്തികളിൽ അടിമയായിട്ട് കമ്പനി അടിച്ചും അല്ലെങ്കിൽ പാപത്തിൽ മുഴുകി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ജീവൻ സംരക്ഷിക്കപ്പെടണമെന്നില്ല. അത് ആ വ്യക്തി ഇനി സംരക്ഷിക്കപ്പെട്ടാലും ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആ വ്യക്തിക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗമായിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് മേഖലകളെക്കുറിച്ചും വ്യക്തമായ ബോധ്യം നമുക്ക് വേണം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ സന്ദേശത്തിലൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ആദ്യ വരവിൽ നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. എല്ലാവരോടും കരുണ കാണിച്ചു, സ്നേഹം കാണിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ നീതിയാണ് രണ്ടാമത്തെ വരവിൽ വരുമ്പോൾ തന്നെ ചുമ്മാതെ കാത്തിരിക്കുന്നവരെ, ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് തങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് കർത്താവ് പറയുന്നത് പോലെ ജീവിക്കാൻ താല്പര്യമെടുക്കുന്ന വ്യക്തികളെ ആണ് കർത്താവ് കൂട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും ഒരു വിധിയുണ്ട് എന്നുള്ളത് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മറ്റ് ശുശ്രൂഷകളുടെയും ഉദ്ദേശം. നമ്മൾ 21 ദിവസത്തെ ഉപവാസ ധ്യാനം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനൊരുക്കമായിട്ട് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി 21 ദിവസം ഇവിടെ തന്നെ ഇരുന്ന് താമസമുള്ള ധ്യാനമായതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഒരു ഒരുക്കം എന്ന വണ്ണം ജൂലൈ മാസം 11, 12, 13 തീയതികളിൽ ഒരു ഓൺലൈൻ ധ്യാനമുണ്ട്. 7 മണി തൊട്ട് 10 മണി വരെയാണ് വൈകുന്നേരം. അതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ മുമ്പ് പങ്കെടുത്തിട്ടുള്ളവരാണെങ്കിലും കുഴപ്പമില്ല, താമസമുള്ള ധ്യാനത്തിലോ ഓൺലൈനിലോ പങ്കെടുത്തിട്ടുള്ളവർക്ക് കുഴപ്പമില്ല. എന്നാൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ അത് പങ്കെടുത്തിട്ട് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ 21 ദിവസത്തെ താമസമുള്ള ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുക. കാരണം 21 ദിവസം ഇവിടെ ആയിരിക്കേണ്ടത് കൊണ്ട് അതിൻ്റേതായ ചില മേഖലകളെക്കുറിച്ച് ഒരു വ്യക്തമായ ബോധ്യം നമുക്ക് ലഭിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ താമസമുള്ള ഒരു ധ്യാനമാണ്, അങ്ങനെയാണ് ക്രമീകരിച്ചത്. കാരണം അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഒരുങ്ങുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അധികം സമയങ്ങളില്ല. ഏതാണ്ട് ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു തീരുമാനമാകും എന്നുള്ളത് ബൈബിളിൻ്റെ പ്രകാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഒന്നും മാറ്റിവെക്കുന്നില്ല കർത്താവ്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കർത്താവിൻ്റെ വചനപ്രകാരം തന്നെ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ ക്രമീകരണങ്ങളും അതുപോലെ നീങ്ങിക്കൊണ്ടിരിക്കുക. എനിക്കോ നിങ്ങൾക്കോ വേണ്ടി കർത്താവ് ഒരു സമയം എക്സ്റ്റെൻഡ് ചെയ്യണമെന്നില്ല. കാരണം കർത്താവ് മറ്റു ചില കാര്യങ്ങളിലേക്ക് വചനം പറയുന്നുണ്ട്. ഇനി 1000 വർഷത്തെ കർത്താവിൻ്റെ ഭരണത്തിലേക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ഒക്കെ മനുഷ്യനെ കൊണ്ടുവരാനും ആ മനുഷ്യനോടൊപ്പം വസിക്കാനുമുള്ള മേഖലകളെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ ഇവിടം കൊണ്ട് തീർന്നു പോകുന്നതല്ല നമ്മുടെ ജീവിതമെന്ന് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ ഈ വിശുദ്ധീകരണ മേഖലയെക്കുറിച്ച് ഇനിയുള്ള സന്ദേശങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വരുന്നത്, അപ്പോൾ അത് കൽപ്പനയുടെ അടിസ്ഥാനത്തിലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ സാധിക്കുന്നിടത്തോളം പേര് ശ്രദ്ധാപൂർവം അത് കേൾക്കണമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഇതിനെയൊക്കെ ലാഘവ ബുദ്ധിയോടെ കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെയൊക്കെ ജീവിച്ചാലും എനിക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു പോകുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ള മുന്നറിയിപ്പുകൾ കൃത്യമായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു കാര്യമുള്ളത്, 60 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ, ഒരു ഓൺലൈൻ കൂട്ടായ്മ നമ്മൾ ആദ്യം തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാ ജില്ലകളിലും അങ്ങനെയുള്ള സഹോദരങ്ങളെ അല്ലെങ്കിൽ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, കാരണം ഒരു ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിലേക്ക് പോയി അടുത്ത മരണത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഏത് പ്രായത്തിലുള്ളവർ മരിക്കും. അപ്പോൾ അത് കുട്ടികളുണ്ട്, യുവജനങ്ങളുണ്ട്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരുണ്ട്, മറ്റ് ജീവിത വിളികളിലുള്ളവരുണ്ട്, സന്യസ്തരുണ്ട്, അല്ലെങ്കിൽ മറ്റു ജീവിത വിളികളിൽ ആയിരിക്കുന്നവരുണ്ട്, വാർദ്ധക്യത്തിലുള്ളവരുണ്ട്. എന്നാൽ വാർദ്ധക്യത്തിലുള്ളവർ അവർക്ക് കുറച്ചും കൂടെ ഒന്ന് ഒരുങ്ങേണ്ടതായ ഒരു ആവശ്യം കുറച്ചുകൂടെ കൂടുതലാണ്. കാരണം അത് ഇത്രയും വർഷത്തെ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും ചിലപ്പോൾ ദൈവത്തെ അറിയാൻ ചിലപ്പോൾ ശരിയായിട്ട് അവർക്ക് അവസരം കിട്ടിക്കാണുകയില്ല. പക്ഷേ അവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരെയും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ടൊരു പ്രേരണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രേരണയാൽ ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പരിധി അറിയാവുന്ന രീതിയിൽ പ്രായമുള്ളവരെ അതിനു വേണ്ടി ഒന്ന് ഒരുക്കണം, അവരോട് പറയണം എന്നൊക്കെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ധ്യാനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ അടിയിലെ പ്രൊവിഷനിൽ ഇങ്ങനെ എഴുതി പോകും. അപ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇനി നമുക്ക് വചനഭാഗങ്ങളിലേക്ക് കടന്നു വരാം.
ഷോർട്സായിട്ട് ഇറക്കുന്ന ശുശ്രൂഷകൾ നിങ്ങൾ ദയവായിട്ട് കാണണം, കേൾക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. ഹെബ്രായർക്ക് ലേഖനം 10-ാം അധ്യായത്തിന് 26 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, സത്യത്തെ സംബന്ധിച്ച് വചനപ്രകാരമുള്ള ഒരു പൂർണ്ണമായ അറിവ് അത് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അല്ല ഇവിടെ പ്രസക്തം. കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ അറിവ് അത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. നമ്മൾ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് ബലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളാണ് 9-ാം അധ്യായം, 8-ാം അധ്യായം, 7-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടാണ് ഇത് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. 27-മുള്ള തിരുവചനം: മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ മനുഷ്യർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വിധി. കാരണം ഈ വിധി വന്നാൽ മാത്രമേ നാം ഭാഗത്ത് നിന്നവരാണോ അതോ പിശാചിൻ്റെ കൂടെ നിന്നവരാണോ എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് ദൈവത്തിൻ്റെ നീതിയിൽപ്പെട്ടതാണ്. നമ്മളതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ പറഞ്ഞാൽ പരീക്ഷയെ ഭയപ്പെടുന്നതാരാ? ആ പരീക്ഷയെ പഠിക്കാത്തവരാണ് കൂടുതൽ ഭയപ്പെടുക. പിന്നെ അല്ലാതെ മാനസികാവസ്ഥയിൽ പല ഭയങ്ങളുള്ള മനുഷ്യരുണ്ട്, പഠിച്ചാലും ഭയമുള്ള. അതേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം അത് ചെയ്യാതെ വരുമ്പോൾ അതിനെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തി അവിടെ ഭയപ്പെടുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, എല്ലാ മനുഷ്യർക്കും ഒരു വിധിയുണ്ടെന്ന് നിശ്ചയിക്കപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ മനുഷ്യന് മരണശേഷം വിധിയുണ്ട്. ഇനി മരിക്കാതെ പോകുന്ന കുറേ മനുഷ്യരുണ്ട്. അവരെ എന്തു ചെയ്യുന്നു? ദൈവത്തിനറിയാം അവർ പരിശുദ്ധി ജീവിച്ചവരാണോ, എങ്ങനെ ജീവിച്ചവരാണ്. അവരെ കർത്താവ് എന്തു ചെയ്യുന്നു? അവർ ആകാംക്ഷാപൂർവ്വം കർത്താവിനെ കാത്തിരിക്കുന്നവരാണ്. ചുമ്മാതെ കാത്തിരിക്കുന്നവരല്ല, ആകാംക്ഷാപൂർവ്വം കർത്താവിനെ കാത്തിരിക്കുന്നവർ. അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വരുന്നത്. അപ്പോൾ ഈ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഹെബ്രായർ 10:26 നമ്മൾ കേട്ടു. അതിൻ്റെ 27 പറയുകയാണ്, ഈ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം പാപം ചെയ്തവർക്ക് എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത്? മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഭിതമായ കാത്തിരിപ്പ്. ഈ ഭയങ്കരം എന്നുള്ളത് ഒരു ആലങ്കാരിക ഭാഷയിൽ എഴുതി വച്ചേക്കുന്നതല്ല. ആ ന്യായവിധി ഭയങ്കരം തന്നെയാണ്. അതിന് നാം ഭയങ്കരമായൊരു ന്യായവിധി തന്നെയാണത്. അവിടെ അതിൻ്റെ കാത്തിരിപ്പാണ്. അപ്പോൾ ഇപ്പോൾ നടന്നിട്ടില്ല, അതിനുവേണ്ടി എല്ലാ മനുഷ്യരും കാത്തിരിക്കുക. ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധം. അപ്പോൾ ദൈവത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് അവസരം കൊടുത്തു തിരിച്ചു വരുവാനായിട്ട്. പക്ഷെ തിരിച്ചു വരുവാൻ അവർക്ക് താല്പര്യമില്ല. അവർ ദൈവത്തിനെതിരെ തന്നെ നിൽക്കുകയാണ്. ദൈവത്തിനെതിരെ നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, അവർ പിശാചിനൊപ്പം നിന്നുകൊണ്ട് ദൈവജനത്തിനെതിരെയും ദൈവത്തിനെതിരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനാൽ എന്തു ചെയ്യുകയാണ്? അവർ ഈ ഭൂമി ജീവിക്കുമ്പോഴെല്ലാം അല്ലെങ്കിൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം വിശുദ്ധ ജീവൻ നയിക്കുന്ന മക്കളെ അവർ നശിപ്പിക്കുന്നു, അവരാത്മാവിനെ. നമുക്ക് ഈ കാലഘട്ടങ്ങൾ യുദ്ധമല്ല നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം യുദ്ധത്തിൻ്റെ ഭയാനകതയെക്കാളും നമ്മൾ കാണേണ്ടത് ആത്മാവിൻ്റെ ദയനീയ അവസ്ഥയുടെ ഭയാനകമാണ് ഒരു മനുഷ്യൻ്റെ. കാരണം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് തിരിച്ചു വരാൻ പിന്നെ ഒരു അവസരമില്ലെന്നുള്ളതാണ്. അതവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചു മാത്രമേ നമുക്ക് നമ്മുടെ സ്വയം ബോധ്യത്താൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റൂ. ശരിയായി ജീവിക്കണമോ തെറ്റായി ജീവിക്കണമോ, എങ്ങനെ ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളന്ന അഗ്നിയുടെ ക്രോധം. ഒരു അഗ്നിക്രോധത്തിലേക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കാരണം വിവിധങ്ങളും വിചിത്രമായ പ്രബോധനം കടന്നു വരുമ്പോൾ നരകമില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് പേര് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. സ്വർഗത്തെക്കുറിച്ച് വികരമായ കാഴ്ചപ്പാടുകളുള്ള വ്യക്തികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വിധത്തിൽ ജീവിച്ചു പോയാൽ പോരാ. ദൈവം അതിനെ എങ്ങനെയാണോ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, കർത്താവ് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അതുപോലെ ജീവിച്ചവരാണ് നമുക്ക് മുമ്പേ കടന്നു പോയത്.
ഞാൻ എപ്പോഴുമൊക്കെ ധ്യാനത്തിൽ പറയുന്നൊരു കാര്യമാണ് വിശുദ്ധ മരിയ കുര്യത്തി, വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഇവരൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും ഭാവബന്ധനത്തിൽ കഴിയുകയും ചില വിശുദ്ധിക്ക് വേണ്ടി, മരിയ കുര്യത്തെ വിശുദ്ധിക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കുകയും ചെയ്ത വ്യക്തികളാണ്. ഇവിടുന്ന് തോന്നിവാസം എല്ലാം കാണിച്ച് ഇഷ്ടമുള്ള കണക്ക് ജീവിച്ചിട്ട് കർത്താവ് അന്ത്യ ദിവസം എന്നെ സ്വർഗത്തിലേക്ക് കയറ്റുമെന്ന് പറയുമ്പം അവരെല്ലാം മടയരല്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ന്യായവിധിയുണ്ട്, അതിലവർ നീതിയുള്ളവരാണെന്ന് പരിഗണിക്കപ്പെടും. എന്നാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഈ ഭൂമിയിൽ ജീവിക്കുമ്പം എനിക്ക് ന്യായവിധി വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്രകാരമായിരിക്കുമോ? കർത്താവ് ഒരിക്കലും തൻ്റെ വാഗ്ദാനങ്ങളിലോ തൻ്റെ പ്രവർത്തനത്തിലോ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന പോലെ വെള്ളം ചേർക്കുന്ന പരിപാടിയില്ല, അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പരിപാടികളേ ഇല്ല അവിടെ. അങ്ങനെ ഒരിക്കലും ദൈവത്തിൻ്റെ കരുണയെ കാണരുത്. കാരണം ഇന്ന് കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. റോമക്കത്തിലേഖനം 2-ാം അധ്യായം 4 എപ്പോഴും നമ്മൾ ചിന്തിക്കണം. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവിടുത്തെ കരുണയും സഹിഷ്ണുതയും ദയയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും ഒന്ന് ആവർത്തിക്കുക. കരുണക്കൊന്ത ചൊല്ലിയത് കൊണ്ട് സ്വർഗത്ത് പോകുന്ന ആരും വിചാരിക്കണ്ട. അങ്ങനൊരു വാക്ക് എങ്ങും എഴുതിയിട്ടില്ല, സിസ്റ്റർ ഫൗസ്റ്റിന ഡയറി പോലും ഇല്ലത്. എല്ലാത്തിനും ഒരു കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇന്നവർക്ക് മാത്രമേ സ്വർഗപ്രവേശനം ഉള്ളൂ എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിശുദ്ധിയിലാണ് ജീവിക്കുന്നത്, ഞാൻ കർത്താവ് പറഞ്ഞ പോലെ ജീവിക്കുന്നവരെ തെളിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി തരാൻ വേണ്ടി വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് വിധിയെ നമ്മൾ ഭയപ്പെടരുത്. എന്നാൽ വിധി ഭയപ്പെടേണ്ടത് ആരാണ് എന്നുള്ളതും കൂടെ നമ്മൾ അറിയണം. യുദാസ് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനം 15 പറയുന്നുണ്ട്, എല്ലാവരുടെ മേൽ വിധി ഉണ്ടാവും, എല്ലാവരുടെ മേൽ വിധി നടത്താനും സകല ദുഷ്ടരെയും, അവർ പേടിച്ചാൽ മതി, അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെ പേരിലും തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂര വാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കാൻ അവിടുന്ന് വന്നു. അപ്പം അവിടുന്ന് വരുന്നത് എല്ലാവരുടെ മേൽ വിധി നടത്താനാണ്. അത് സകല ദുഷ്ടരുടെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെയും പേരിലാണ്. അപ്പോൾ ദുഷ്കർമ്മം ചെയ്യുന്നവർ ഭയപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഗ്നിയുടെ ക്രോധം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. കാരണം ഒരു വ്യക്തിയെ ഭയപ്പെടുത്തി മാനസാന്തരപ്പെടുന്ന ഒരു പരിപാടി ദൈവത്തിലില്ല. എന്നാൽ ഒരു വ്യക്തി പോകുന്ന വഴിയിൽ അത് ദൈവഗത പ്രകാരമാണോ അല്ലയോ എന്നുള്ളത് തിരുവചനത്തിലുള്ള, അത് ഞാൻ പറഞ്ഞത്, ബൈബിൾ വായിക്കാതെ, വചനം വായിക്കാതെ ഏതെങ്കിലും രീതിയിൽ അവിടെ ഇങ്ങനെ വെളിപ്പെടുത്തലുണ്ടായി, ഇവിടെ ഇങ്ങനെ വെളിപ്പെടുത്തലുണ്ടായി, അവർ പറഞ്ഞല്ലോ ദൈവം അങ്ങനെയുള്ളവനാണ് ഇങ്ങനെയുള്ളവനാണെന്ന്, അതെല്ലാം അങ്ങനെ ഒരു മനുഷ്യൻ പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ വ്യക്തി എവിടെയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കാരണം ആ വ്യക്തിക്ക് തന്നെ പാപം ഉപേക്ഷിക്കാൻ താല്പര്യമില്ല, ദൈവം പറഞ്ഞ പോലെ ജീവിക്കാൻ താല്പര്യമില്ല. എളുപ്പത്തിൽ എങ്ങനെ സ്വർഗ്ഗം സ്വന്തമാക്കാമെന്നുള്ള കുറുക്ക് വഴിയായിട്ട് അടയ്ക്കുക. സ്വർഗത്തിലേക്ക് പോകാൻ ഒരു കുറുക്ക് വഴിയും ബൈബിൾ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ കുറുക്ക് വഴി ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ കുറുക്ക് വഴി വെച്ച് അവർ ചിലപ്പോൾ സമ്പത്ത് ഉണ്ടാക്കാൻ നോക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആ കുറുക്ക് വഴി കാണിച്ചു കൊടുത്ത് വഴിതെറ്റിക്കാൻ വേണ്ടി പിശാചിൻ്റെ ആത്മാവിനെ പ്രവർത്തിക്കുന്നവരെ. സ്വർഗത്തിലേക്ക് പോകാൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു രീതിയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ, വചനപ്രകാരമേ മാത്രമേ പറ്റുകയുള്ളൂ, അല്ലാതെ പുതിയൊരു കുറുക്ക് വഴിയില്ല. ഈശോ പറഞ്ഞു, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ പക്കലെത്തുന്നില്ല. അതിന് വേറെ കുറുക്ക് വഴി നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിൻ്റെ പക്കലെത്താൻ പറ്റില്ല. അപ്പോൾ യേശുവിനെ മാറ്റി നിർത്തിയിട്ട് വേറെ ഒരു വ്യക്തി വഴിയോ, വേറെ ഒരു പ്രാർത്ഥന വഴിയോ, വേറെ ഒരു ഡിവോഷനോ അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക വഴിയോ സ്വർഗത്ത് പോകാമെന്ന്, അല്ലെങ്കിൽ പിതാവിൻ്റെ പക്കൽ എത്താമെന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ കാണിച്ച കുറുക്ക് വഴികൾ നമ്മളെ വഴിതെറ്റിക്കുന്നതാണ്. ഇതാ മത്തായി സുവിശേഷം 24 പറഞ്ഞത്, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കാൻ പറഞ്ഞ അതാ. അപ്പോൾ ശരിയായൊരു വഴിയിൽ നിന്ന് എന്നെ മാറ്റി മറ്റേതോ ഒരു വഴി കാണിച്ചു തന്നിട്ട് പറയുകയാണ്, ഈ വഴിയെ പോയാൽ മതി, നിങ്ങൾക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിശുദ്ധരോ നീതി ജീവിച്ചവരോ എല്ലാം മടയരാക്കിക്കൊണ്ട് പുതിയ വഴികൾ കുറേ പേർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വഴികളെല്ലാം നമ്മൾ പറയുക, എനിക്ക് ഇടുങ്ങിയ വഴിയിലൂടെ പോയാൽ മതി, നിങ്ങൾ പറയുന്ന ഈ വിശാല വഴി എനിക്ക് വേണ്ട. കാരണം ഇതിനകത്തൂടെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധയോടെ പോകും. ഈ വഴി കൂടെ പോകുമ്പോൾ ഈ വഴി കർത്താവാണ്. കർത്താവിൻ്റെ വഴി കൂടെ പോകുമ്പോൾ എനിക്ക് ചില സുഖങ്ങൾ വേണ്ട എന്ന് വെക്കണം, ചില സന്തോഷങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ടി വരും, ചില ആനന്ദങ്ങൾ വേണ്ട എന്ന് വയ്ക്കും. പത്രോസ് പറഞ്ഞ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 15 ഒരു കാര്യം പറയുന്നുണ്ട്, ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ
നിങ്ങളുടെ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കണം. അപ്പോൾ ഈ പ്രവാസകാലം നമ്മൾ പ്രവാസികളാണ്, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവരാ, തിരിച്ച് അവിടേക്ക് പോകേണ്ടവരാണ്. കരങ്ങളാൽ നിർമ്മിതമല്ലാത്തൊരു ഭവനവും ഒരു സ്വർഗീയ ഭവനവും പിതാവിൻ്റെ ഭവനവും ഒക്കെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് പോകാൻ വിളിക്കപ്പെട്ടവരാ, അല്ല ഇവിടെ കിടക്കാൻ വന്നവരല്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കിടക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം വെച്ച് ഇവിടം കൊണ്ട് തീർന്നു ജീവിതം, ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് വിചാരിക്കുന്നവർക്കാണ് എന്ത് സംഭവിക്കുക? അവർക്കാണ് ഈ ഭയമെല്ലാം ഉള്ളത്, അവർക്കാണ് ഒരുപാട് ആകുലത ഉള്ളത്. അപ്പോൾ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ഓരോരുത്തരെയും പ്രവർത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവന്, പക്ഷമില്ലാതെ ഒരു വ്യക്തിയോടും പക്ഷം ചേരാതെ വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ അതാണ് പിതാവ്. നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കണം, ഭയത്തോടെ ജീവിക്കണം. പത്രോസൊക്കെ വീണ്ടും പറയുന്നുണ്ട് 4:5 ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവൻ്റെ മുമ്പിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. ആരാണ്? ദൈവവചനം അനുസരിക്കാത്തവർ കണക്ക് കൊടുക്കുക. അതുകൊണ്ട് വിധിയെക്കുറിച്ചോ അഗ്നിയുടെ ക്രോധത്തെക്കുറിച്ചോ ഭയപ്പെടേണ്ടത് അവരാണ്. തീർച്ചയായിട്ടും ദൈവവചനം അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ചു പോകുന്ന ഓരോ വ്യക്തിക്കും ഈ എല്ലാവർക്കും ഭയങ്കര ന്യായവിധിയുണ്ട്. എന്നാൽ അഗ്നിയുടെ ക്രോധം അങ്ങനെ ജീവിക്കുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് പുറത്തു നിന്നും കൊണ്ട് ഒരു വഴി നിങ്ങൾ തേടരുത്. ദൈവവചനത്തിനകത്ത് നിന്നും കൊണ്ട് കർത്താവ് പറഞ്ഞ വഴികളെ പോകുവാൻ തീരുമാനമെടുക്കുക. അപ്രകാരം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സ്വർഗ നിത്യതയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് ഇത് വ്യക്തമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള സന്ദേശങ്ങളും അപ്രകാരമുള്ള മേഖലകളിലൂടെ കടന്നുപോയി നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധിക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകാനും ദൈവം ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഓൺലൈൻ ധ്യാനത്തിൽ സംബന്ധിക്കാൻ സാധിക്കുന്ന എല്ലാവരും സംബന്ധിക്കുക. ഇനി 21 ദിവസം ധ്യാനത്തിന് പങ്കെടുക്കുന്നവർ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും അതിനകത്ത് സംബന്ധിക്കാം. എന്നാൽ 21 ദിവസം ഉപവാസ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഒരു ഒരുക്കമാണ് കൂടി ആണ് ആ ധ്യാനം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സാധിക്കുന്നിടത്തോളം ദൈവവചനത്തിലേക്ക് കടന്നു വരാം, കർത്താവ് നൽകി വെളിപ്പെടുത്തലിലേക്ക് കടന്നു വരാം. ഇതൊന്നും പുതിയ വെളിപ്പെടുത്തലൊന്നും അല്ല. ചിലരൊക്കെ ഞാൻ കണ്ടു, ചില മേഖലകളും പുസ്തകങ്ങളിലുമൊക്കെ ചില പ്രബോധനങ്ങളിലൊക്കെ എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നു. കാരണം വചനം എടുത്തു വെച്ചിട്ട് അവർക്ക് കിട്ടിയ വെളിപ്പെടുത്തലാണെന്നും പറഞ്ഞ് അവർ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ആരോടും അസൂയൊന്നുമല്ല, പക്ഷേ ഈ ചതി കാണിക്കുമ്പം അവർ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ വചനത്തിൽ നിന്നാണ് എടുത്തെങ്കിൽ വചനത്തിൻ്റെ കൊട്ടേഷൻ അവിടെ കൊടുക്കണം. ജനം ബൈബിൾ വായിക്കട്ടെ, വചനം വായിക്കട്ടെ. അല്ലാതെ നിങ്ങൾക്കിങ്ങനെ ഒരു ഭയങ്കര ന്യായവിധിയുടെ വിധിയെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ ആ ബ്രദറിന് കിട്ടി, അവർക്ക് കിട്ടി, ഇവർക്ക് കിട്ടി, അല്ല, ഇത് ബൈബിളിലുള്ളതാണ്. ബൈബിളിലുള്ള കാര്യമാണ് പറയുന്നത്. അതിനൊന്ന് മനസ്സിലാക്കി തരത്തക്ക രീതിയിൽ കുറച്ചുകൂടി ലളിതമാക്കി പറയുന്നു എന്ന് മാത്രം. അപ്പം അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, ദൈവസന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം നിങ്ങൾ പങ്കെടുക്കുന്നതിന് നന്ദി. പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾക്ക് ജാഗരണ പ്രാർത്ഥനകളും ഉപവാസ പ്രാർത്ഥനകളും മറ്റ് ധ്യാനങ്ങളും ഈ യൂട്യൂബ് ശുശ്രൂഷകളും അതുപോലെ ഗൂഗിൾ മീറ്റ് ശുശ്രൂഷകളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കാവുന്ന രീതിയിലെല്ലാം നിങ്ങൾ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഭയങ്കരമായ ന്യായവിധിയുടെ സംഹിതമായ കാത്തിരിപ്പ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നു. പക്ഷെ അഗ്നിക്രോധത്തിലേക്ക് ഞങ്ങളെ അങ്ങ് തള്ളിയിടരുതേ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ തെറ്റുകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും ശരിയായൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്ത് ഞങ്ങളെ വഴി നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അപ്പ, അങ്ങ് നിഷ്പക്ഷമായി വിധിക്കുന്നവനാണെന്ന് ഞങ്ങൾ അറിയുന്നു. അതിനാൽ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ പ്രവാസകാലത്ത് ഭയത്തോടെ, എന്ന് വെച്ചാൽ അതൊരു സ്നേഹമാണെന്ന് ഞങ്ങൾ അറിയുന്നു, ആ സ്നേഹത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈശോയെ, അവിടുത്തെ തിരുത്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. പാപ സാഹചര്യങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിക്കണമേ. തിരുത്തം കൊണ്ട് എപ്പോഴും കഴുകുകയും പൊതിയുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുള്ള എല്ലാ പാപബന്ധനങ്ങളെയും വെളിപ്പെടുത്തണമേ. നീതി, പാപം, ന്യായവിധി എല്ലാം ബോധ്യപ്പെടുത്തി തരണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ, പരിശുദ്ധിയിൽ നിറയുവാൻ സഹായിക്കണമേ. മിഖായേൽ മാലാഹെ, സാത്താൻ്റെ സകല തന്ത്രങ്ങളെയും തിരിച്ചറിയുവാനും ആ തന്ത്രങ്ങൾ ഞങ്ങളെ കാത്തു പരിപാലിക്കണേ. ഗബ്രിയേൽ റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി. കർത്താവ് എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.
ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരിധിന്നതിനാഥനായങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതന്മാരേവരും പിന്നെ സ്വർഗവാസികൾ സർവരും, സ്വർഗവും ക്രോവേസാപ്പേൻ വൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ, സംശുദ്ധൻ നിത്യം സംശുദ്ധൻ. ഭൂവും വാനവും തന്മഹീമയ തിങ്ങിടുന്നല്ലോ സന്തതം. ശ്രീയേഴും ദിവ്യ പ്രേക്ഷിതർ ധന്യ ദിവ്യന്മാർ വേദ സാക്ഷികൾ. നിത്യാനന്ദ പ്രതാപവാനങ്ങി വാഴ്ത്തിയിടുന്നു നിരന്തരം, വാഴ്ത്തിയിടുന്നു നിരന്തരം. നിസ്തുലൻ പ്രഭാപൂരിതൻ താത നിത്യനാം ഏകസൂനുവേ, പാവനാത്മത്രിയേക ദൈവമേ സ്തോത്രമെന്നുമെന്നേക്കുമേ. ലോകമാകവെ പാവനം സഭ കീർത്തിക്കുന്നങ്ങേ സാദരം, കീർത്തിക്കുന്നങ്ങേ സാദരം.